നിങ്ങളാരാ? ചാർലി അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? അങ്ങനെ ചോദിക്കലും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൾ ചാർലിയുടെ വീടിനകത്തേക്ക് കയറി. ആരാണെന്ന് മനസ്സിലാകാതെ ചാർലിയും സമന്യയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. അവളുടെ തോളിലുണ്ടായിരുന്ന ബാഗ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾ ചാർലിയെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങളാരാ? നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ചാർലി അക്ഷമയോടെ ചോദിച്ചു. എന്റെ പേരാണെങ്കിൽ ഇസ ഫിലിപ്പ്. എന്റെ ജോലിയാണെങ്കിൽ ഞാനൊരു ജേർണലിസ്റ്റാണ്. പിന്നെ എന്താണിവിടെ കാര്യമെന്ന് ചോദിച്ചാ ഞാൻ നിങ്ങളെ തേടി വന്നതാ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാനായി വന്നതാ. അവൾ അവളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. മുന്നറിയിപ്പോ? എന്തു മുന്നറിയിപ്പ്? നിങ്ങൾക്കെങ്ങനെ ഞങ്ങളെ അറിയാം? അല്പം ഗൗരവത്തോടെ ചാർലി ചോദിച്ചു. നിങ്ങളെ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാ ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ അറിയില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഈ നാട്ടിൽ കാലുകുത്തിയപ്പോൾ നിങ്ങളെപ്പറ്റി ഞാനും അന്വേഷിച്ചു. ഇത് സമന്യയല്ലേ? സമന്യയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സമന്യ ചാർലി, വയസ്സ് 26, ആർക്കിയോളജിക്കൽ PG, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ജോലി ചെയ്യുന്നതിനിടയിൽ ചാർലിയെ പരിചയപ്പെടുകയും പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തു. കറക്റ്റല്ലേ സമന്യ? സമന്യ അതിന് മറുപടി പറഞ്ഞില്ല. അവൾ തുടർന്നു. ഇത് ചാർലി വർഗീസ്, ജന്മസ്ഥലം കുന്നംകുളം, വയസ്സ് 30, ഡ്യൂപ്ലിക്കേറ്റ് വസ്തുക്കൾ ഉണ്ടാക്കാൻ അതീവ കഴിവുള്ള വർഗീസിന്റെ മൂത്ത മകൻ, നാട്ടിൽ ദ പ്രിൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഇരട്ടപ്പേരുള്ളവൻ, സാഹസികതയും ആന്റിക് വസ്തുക്കളോടുള്ള കമ്പവും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തന്ത്രശാലി, അനിയനെ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ അപ്രാപ്യമായ രക്തപ്പവിഴം തേടിപ്പോയ ധൈര്യശാലി. മതി നിർത്ത്. എന്തിനാ നിങ്ങൾ ഞങ്ങളെ തേടി വന്നതെന്ന് പറഞ്ഞാൽ മതി ഇനി, ചാർലി അവളോട് പറഞ്ഞു. 24 MB. അവൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. 24 MB? ആ പ്രേത ബംഗ്ലാവും ഞങ്ങളും തമ്മിൽ എന്ത് ബന്ധം? അതുപോലെ നിങ്ങളും ആ പ്രേത ബംഗ്ലാവും തമ്മിൽ എന്താ ബന്ധം? അവൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാതെ ചാർലി ചോദിച്ചു. ഐ വിഷൻ ചാനലിനു വേണ്ടി ഇന്ത്യയിലെ ഹോണ്ടഡ് സ്ഥലങ്ങളെപ്പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ചുമതല എനിക്കായിരുന്നു. ആൾവാറിലെ ഭംഗഡ് ഫോർട്ടും രാജസ്ഥാനിലെ കുൽധാരയും ബാംഗ്ലൂരിലെ വാസ്വില്ലയും അതിശയകരമായ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്നെങ്കിലും എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് പോണക്കാട്ടിലെ ഈ ബംഗ്ലാവായിരുന്നു. നമ്മുടെ നാട്ടിലും ഭൂതപ്രേത ബാധയുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ള അറിവ് എന്നെ ഭീതിയേക്കാൾ ഉപരി ആകാംക്ഷയുടെ കൊടുമുടിയിലെത്തിച്ചു. അങ്ങനെയാണ് 24 MB ബംഗ്ലാവിനെ പറ്റി കൂടുതലായി അറിയാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇസ ഒന്ന് നിർത്തിയ ശേഷം തുടർന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പോണക്കാട്ടെ തേയില ഫാക്ടറിയിലേക്ക് 1940 സ്റ്റാൻലി ഐസക് എന്ന ഇംഗ്ലീഷുകാരൻ മാനേജറായി വരുന്നത്. നാളുകൾക്ക് ശേഷം അയാളുടെ ഭാര്യ പോണക്കാട് എത്തിയപ്പോൾ മുൻപ് താമസിച്ചിരുന്ന വീടിന് സൗകര്യങ്ങൾ കുറവാണെന്ന് തോന്നിയപ്പോൾ സ്റ്റാൻലി സാഹിബ് പണികഴിപ്പിച്ചതാണ് ആ ബംഗ്ലാവ്. 1954 ആ ബംഗ്ലാവിന്റെ നിർമ്മാണം കഴിയുന്നത്. പുതിയ ബംഗ്ലാവിലേക്ക് താമസം മാറി ദിവസങ്ങൾക്ക് ശേഷം സ്റ്റാൻലിക്കും ഭാര്യ കരോളിനിക്കും ജനിച്ച കുട്ടി മരിക്കുന്നു. കുട്ടിയുടെ മരണത്തിന് കാരണം സ്റ്റാൻലി ആണെന്ന് പറഞ്ഞ കരോളിനെ പിന്നീട് കാണാതെയാവുന്നു. സ്റ്റാൻലി തിരിച്ച് ലണ്ടനിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ കഥ ഞങ്ങളും കേട്ടതാ. ഇവിടെയുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഈ കഥ, ചാർലി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ മുഴുവനാക്കിയില്ല ചാർലി. ശരി, തുടരൂ. അങ്ങനെ സ്റ്റാൻലി സാഹിബ് ലണ്ടനിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ ബംഗ്ലാവിന്റെ അകത്ത് വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. ഒരു സ്ത്രീയുടെ സാന്നിധ്യം അടച്ചിട്ടിരുന്ന ആ ബംഗ്ലാവിനകത്തുള്ളത് നാട്ടുകാരായ പലരും മനസ്സിലാക്കി. ആ ബംഗ്ലാവിൽ നിന്നും ചില രാത്രികളിൽ കരച്ചിലും അട്ടഹാസങ്ങളും പതിവായി കേൾക്കാൻ തുടങ്ങി. ആളുകൾ പകല് പോലും ആ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് പോകാൻ ഭയപ്പെട്ടു. പക്ഷെ അതിനെ ഒന്നും കാര്യമാക്കാതെ ഒരു കള്ളൻ ആ ബംഗ്ലാവിൽ മോഷ്ടിക്കാൻ കയറി. പിന്നീട് അയാളെ നാട്ടുകാർ കാണുന്നത് ചോര തുപ്പി മരിച്ചു കിടക്കുന്നതാണ്. ആ കള്ളന്റെ മരണം നടക്കുന്നത് 1960. ആ കള്ളന്റെ മരണം ആളുകളിൽ പരിഭ്രാന്തി പരത്തി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 1990 പാരാനോമൽ ഫൗണ്ടേഷനിലെ ഭൂതപ്രേതങ്ങളെപ്പറ്റി പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ആവശ്യത്തിന് ഈ ബംഗ്ലാവിൽ പ്രവേശിച്ചു. അന്ന് അതിനകത്തേക്ക് പ്രവേശിച്ച ആ മൂവർ സംഘത്തിന് എന്ത് സംഭവിച്ചെന്ന് ഇനിയും വ്യക്തമല്ല. അവർ ജീവനോടുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. പോലീസ് പോലും അതിനകത്തേക്ക് കയറാൻ മടിച്ച ഈ സ്ഥലം സർക്കാർ രാജ്യത്തെ ഹോണ്ടഡ് സ്ഥലമായി പ്രഖ്യാപിച്ചു. ഇതറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ സർക്കാർ ഇവിടേക്കുള്ള പ്രവേശനം വിലക്കി. പോണക്കാട് നിവാസികൾക്കല്ലാതെ പുറമേ നിന്നും ആരെയും ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവിടേക്ക് കടത്തിവിടില്ല. ശരി, ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ തിരഞ്ഞു വന്നതെന്ന് പറഞ്ഞില്ല? ചാർലി വീണ്ടും തന്റെ ചോദ്യം ആവർത്തിച്ചു. അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു. ഫാക്ടറിയിലുണ്ടായ തൊഴിലാളി സമരവും ഭീതി പടർത്തിയ ബംഗ്ലാവും ഹേതുവായി അതിന്റെ അടുത്ത് താമസിച്ചിരുന്ന ആളുകളെല്ലാം ഒഴിഞ്ഞുപോവാൻ തുടങ്ങി. സ്റ്റാൻലിയുടെ കാലത്ത് തേയില ഫാക്ടറിയിലേക്ക് ജോലിക്കായി വന്ന തൊഴിലാളികളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. പിന്നീട് ആ ഭാഗത്തേക്ക് അധികം ആരും പോകാതെയായി.
ആ ബംഗ്ലാവ് കാട് പിടിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പ്രേത ബംഗ്ലാവായി മാറി. അങ്ങനെ ഒരിക്കൽ 24/MB ബംഗ്ലാവിനെ പറ്റിയുള്ള കഥകളിലെ നേര് കണ്ടെത്താൻ ഒരാൾ ഇവിടേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാരാനോർമൽ ഫൗണ്ടേഷനിലെ വിദ്യാർത്ഥികളെ കാണാതെയായതുപോലെ അദ്ദേഹത്തെയും കാണാതെയായി. അദ്ദേഹത്തിന്റെ തിരോധാനത്തിന്റെ പോലീസ് കേസ് എവിടെയും എത്താതെ ഇനിയും തെളിയാത്ത കേസ് കൂമ്പാരത്തിലൊന്നു മാത്രമായി അവസാനിച്ചു. അദ്ദേഹം ഇവിടെ എത്തിയതിന്റെ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. അവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ചാർലിയോട് പറഞ്ഞു. എഴുത്തുകാരനോ? അങ്ങനെ ഒരാൾ ഇവിടെ വന്നതായി ആരും പറയുന്നില്ലല്ലോ. ചാർലി ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ, അങ്ങനെ ഒരാൾ ഇവിടെ വന്നത് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഈ നാട്ടുകാർ ആ സത്യം മൂടി വയ്ക്കുക. അപ്പോൾ ഇസ അയാളെ അന്വേഷിച്ചു വന്നതാണോ? അതെ, കഴിഞ്ഞ 3 മാസമായി ഞാൻ തിരയുകയാണ്. ഇതുവരെയായും ഒരു വിവരവും എനിക്ക് ലഭിച്ചില്ല. ഇസയുടെ ആരാണ് അയാൾ? സമന്യയാണത് ചോദിച്ചത്. ഫിലിപ്പ് ഇമ്മാനുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് ഇസ ഫിലിപ്പിൻ്റെ ഫാദർ. യെസ്, ഹീസ് മൈ ഡാഡ്. നിറഞ്ഞ കണ്ണുകൾ പതിയെ തുടച്ചുകൊണ്ട് ഇസ പറഞ്ഞു. ആ നിമിഷം അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ചാർലിയും സമന്യയും പരസ്പരം നോക്കി. സത്യത്തിൽ ഞാനാണ് തെറ്റുകാരി. ഈ ബംഗ്ലാവിനെ പറ്റി ഡാഡിനോട് പറയാൻ പാടില്ലായിരുന്നു. ഈ ബംഗ്ലാവിനെ പറ്റി കേട്ടതും അടുത്ത നോവലിലുള്ള കഥയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് തന്നെ ഡാഡി ഇങ്ങോട്ട് തിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അന്ന് ഞാൻ ഡാഡിനെ ഇങ്ങോട്ട് വരാതെ തടഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ഡാഡിനെ നഷ്ടപ്പെടില്ലായിരുന്നു. അവളൊരു കുറ്റബോധം നിറഞ്ഞ സ്വരത്തിൽ അവരോട് പറഞ്ഞു. ആ ബംഗ്ലാവിൽ കയറിയ കള്ളൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ബംഗ്ലാവിനകത്തേക്ക് പ്രവേശിച്ച പാരാനോർമൽ ഫൗണ്ടേഷനിലെ 3 വിദ്യാർത്ഥികളും ബംഗ്ലാവിൻ്റെ കഥ തേടിപ്പോയ എൻ്റെ ഡാഡും ഇന്ന് ജീവനോടെ ഉണ്ടോയെന്ന് പോലും ഉറപ്പില്ല. പക്ഷെ നിങ്ങൾ 2 പേരും ആ ബംഗ്ലാവിനകത്തേക്ക് കയറുകയും ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവൾ മുഴുവനാക്കിയില്ല. അതുകൊണ്ട് ചാർലി ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. മരണം നിങ്ങളുടെ തൊട്ടുപുറകിൽ നിങ്ങളെയും കാത്തു നിൽപ്പുണ്ട്. അതേത് നിമിഷവും നിങ്ങളെ തേടി വന്നേക്കാം. ഇത് പറയാനാണ് ഞാൻ നിങ്ങളെ തേടി വന്നത്. മേശപ്പുറത്തിരുന്ന് അവളുടെ ബാഗ് എടുത്തുകൊണ്ട് ഇസ പറഞ്ഞു. ബാഗ് എടുത്ത് തോളിലേക്ക് ഇടുന്നതിനിടയിലാണ് മേശപ്പുറത്തിരുന്ന ക്യാമറ അവൾ കാണുന്നത്. ഇത്? ക്യാമറ നോക്കി അവളൊരു ചോദ്യത്തോടെ പറഞ്ഞു. എന്നിട്ട് പതിയെ അവളത് കയ്യിലെടുത്തു. ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ചാർലിയെയും സമന്യയും നോക്കി അവൾ ചോദിച്ചു. ഈ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയതാ. കൂടെ ഒരു ബാഗും ഉണ്ടായിരുന്നു. സമന്യയാണതിന് മറുപടി നൽകിയത്. ഇസ ആ ക്യാമറ തിരിച്ചും മറിച്ചു നോക്കി. അതിൻ്റെ സ്ക്രീനിൽ ഒരു വീഡിയോ പോസായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഡാഡിൻ്റെയാ. അപ്പോൾ ഡാഡ് ഇവിടെ താമസിച്ചു എന്നുള്ളതിന് തെളിവായി. യാത്രകൾക്കായി പോകുമ്പോൾ ഡാഡ് പതിവായി ഈ ക്യാമറ കരുതാറുണ്ട്. അവളുടെ മുഖത്തല്പം സന്തോഷമുണ്ടായിരുന്നു അത് പറയുമ്പോൾ. ഞങ്ങളതിലെ ഫൂട്ടേജ് നോക്കുകയായിരുന്നു. 24/MB ബംഗ്ലാവിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്ന വീഡിയോ അതിലുണ്ട്. വീഡിയോ പോസ് മാറ്റി പ്ലേ ചെയ്തുകൊണ്ട് ചാർലി പറഞ്ഞു. ക്യാമറ സ്ക്രീനിൽ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി. അവർ 3 പേരും ആ വീഡിയോ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വീഡിയോ നിന്നു. ഇതിൻ്റെ ബാക്കിയില്ലേ? സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. എന്നിട്ട് ക്യാമറയിലെ മറ്റു പല ഫയലുകൾ തിരഞ്ഞെങ്കിലും അവർ കണ്ട ഫൂട്ടേജ് അല്ലാതെ ആ ബംഗ്ലാവിൻ്റെ മറ്റ് യാതൊരു ഫൂട്ടേജും അവർക്ക് ലഭിച്ചില്ല. 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഫൂട്ടേജ് മാത്രമാണത്. കുറച്ചുകൂടി ദൈർഘ്യമുണ്ടായിരുന്നെങ്കിൽ ഇസയുടെ ഡാഡിൻ്റെ തിരോധാനത്തെപ്പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് ലഭിച്ചേനെ. ചാർലി ഇസയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചാർലി, 1 സെക്കൻഡ്, ആ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്യാമോ? സമന്യ ചാർലിയോട് ചോദിച്ചു. എന്തേ സമന്യ? കാര്യമുണ്ട്. ഫിലിപ്പ് സാർ അടച്ചിട്ടിരുന്ന ആ മുറിയിലേക്ക് തള്ളിക്കയറിയതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് വേണ്ടത്. സമന്യ ചാർലിയോട് പറഞ്ഞു. ചാർലി സമന്യ ആവശ്യപ്പെട്ടതുപോലെ വീഡിയോ റിവൈൻഡ് ചെയ്ത് വീണ്ടും പ്ലേ ചെയ്തു. സമന്യ ആ വീഡിയോയിലേക്ക് തന്നെ ഇമകൾ വെട്ടാതെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ തിരഞ്ഞത് ഫിലിപ്പ് തുറന്ന മുറിയിലെ കല്ലുകൾ കൊണ്ട് തീർത്ത 2 രൂപങ്ങളിലായിരുന്നു. യെസ്, അതെ, തലയിൽ കൊമ്പുകളുള്ള ഈ രൂപം, ഒപ്പം പരസ്പരം ചേർന്ന് നിൽക്കുന്ന 3 സ്ത്രീ രൂപങ്ങൾ. വീഡിയോയിൽ കണ്ട കൽരൂപങ്ങൾ നോക്കിക്കൊണ്ട് സമന്യ പറഞ്ഞു. വീഡിയോയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ? സമന്യ മുഴുവനാക്കാതെ പറഞ്ഞു. എന്തു പറ്റി സമന്യ? എന്താണ് ആ കൽരൂപങ്ങൾ? ചാർലി സമന്യയോട് ചോദിച്ചു. തുടരും.